ഒന്ന് പത്രോസ് 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4:7. എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. സകലത്തിനു മുമ്പേ തമ്മിൽ ഉച്ചസ്നേഹമുള്ളവരായിരിക്കും. എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടത് പ്രാർത്ഥനയെക്കുറിച്ച്, നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പാകെ താഴ്ത്തുന്ന ഒരു അനുഭവത്തെക്കുറിച്ച്. സഭയുടെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ഇനിയും മാനസാന്തരപ്പെടുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തന്നില്ല എന്നിരിക്കാം. ദിസ് ഈസ് ദ ലാസ്റ്റ് കോൾ. അവസാന സമയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ മുൻകാലങ്ങളിലെ പോലെ ഞാനും നിങ്ങളും അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ ഒരുപക്ഷെ അത് നമുക്ക് ചിന്തിക്കാവുന്നതിലും വലിയ ഒരു നിത്യമായ നഷ്ടത്തിലേക്കായിരിക്കും എത്തിപ്പെടുക. ഒരുപാട് പുസ്തകം വായിക്കുമ്പോൾ 2 സന്ദേശങ്ങളാണ് കാണുന്നത് സഭയോടുള്ളത്. ഒന്ന്, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ശരിയുള്ളവൻ കേൾക്കട്ടെ. 2, മാനസാന്തരപ്പെടുക, റിപ്പന്റ്. ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കും. കൊലോസ്യലേഖനം 4:2 പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കും. റോമാലേഖനം 12:13 പറയുന്നു, devote yourselves unto prayer. പ്രാർത്ഥനയിൽ ദൈവവുമായി ആ കൂട്ടായ്മയിൽ സമയങ്ങളെ ചെലവഴിക്കുക. യൂദായുടെ ലേഖനം അതിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവിൽ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കുക, ഒരുങ്ങുക എന്നാ പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് ഒരു രീതിയിൽ അർത്ഥം. പ്രാർത്ഥിക്കുന്നവൻ ഒരുങ്ങുന്നു, പ്രാർത്ഥിക്കാത്തവൻ ഒരുങ്ങുന്നില്ല. കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ചൊന്നും ഇരിക്കുന്ന ഈ ജനത്തോട് അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്കറിയാം. കാരണം നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കർത്താവിന്റെ വരവ് അതിനോട് ഏറ്റവും അടുത്തൊരു സമയത്താണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ദൈവമക്കളെ, നമ്മളൊക്കെ തന്നെ രാവിലെ കേട്ടതുപോലെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. ആ അന്വേഷണം നമ്മളെ മാത്രമല്ല, കർത്താവിന്റെ വരവിനുള്ള ബന്ധത്തിൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന എനിക്കും ഇവിടെ നിന്ന് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു കെണി പോലെ വരാതിരിക്കാൻ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. Awake and pray. ഈ സ്വരങ്ങളെ നമ്മൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ എണ്ണിയാൽ തീരാത്ത ലിസ്റ്റുകൾ, കഴിഞ്ഞ 20 വർഷമായിട്ട് പറയുന്ന ലിസ്റ്റ് പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നാം രാവിലെ കേട്ടതുപോലെ എന്റെ ജീവിതത്തിൽ എവിടെയാണ് ക്രമീകരണങ്ങൾ വരുത്തേണ്ടത്, അവിടെ ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കി ഒരു ക്രമീകരണം വരുത്തുവാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്നത് പോലെ കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വളർന്നു വരുവാൻ അനേക കാര്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒന്നാമത് പ്രാർത്ഥനയെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ബി സിൻസിയർ. സിൻസിയർ, ബി ഓണസ്റ്റ്. ദൈവത്തിന് മുമ്പാകെ നാം പ്രാർത്ഥിക്കുമ്പോൾ സൗരങ്ങളെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നമുക്ക് പരമാർത്ഥതയുള്ളവരായിരിക്കാം. ഞാനൊരു മതത്തിലാണോ ഒരു ബന്ധത്തിലാണോ എന്നറിയാൻ എളുപ്പ വഴി എന്റെ പ്രാർത്ഥന ഞാൻ അനലൈസ് ചെയ്താൽ മതി. എന്റെ പ്രസംഗത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലായിരിക്കാം, എന്റെയും നിങ്ങളുടെയും പ്രബോധനത്തിൽ ഒരുപക്ഷെ അത് മനസ്സിലാകത്തില്ലായിരിക്കാം. റിലീജിയൻ ഓർ ഇൻ എ റിലേഷൻ, പെട്ടെന്ന് ഞാൻ പറയാം, ദൈവത്തോടുള്ള സംസാരത്തിൽ ഒരു റിലീജിയൻ കയറി വരുന്നുണ്ടെങ്കിൽ വി ആർ ഇൻ ഡേഞ്ചർ.
ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഒരു മതം കയറി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ അപകടത്തിലാണ്. ഹൃദയം ഇൻവോൾവ് ആകാതെ പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഇന്നലത്തെ പോലെ ഇന്നും നന്ദി പറയുന്നു. ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി എന്ന് ഹൃദയത്തിൽ എവിടെയോ പഠിച്ച പാട്ടുകൾ പറയുമ്പോൾ കുഞ്ഞാടിന്റെ കാമ്പ് എന്നുള്ള ആ പ്രേമഗീതത്തിൽ നിന്ന് നമ്മൾ വളരെ അകലെയാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയനൃത്തത്തോടെ മടങ്ങി വരിക. ഞാൻ ഒന്നാമതായി പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാത്തിന്റെയും അവസാനം സംഭവിച്ചിരിക്കുന്നുകൊണ്ട് ബി സിൻസിയർ ഇൻ പ്രയർ. ദാവീദ് എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ഞാൻ കാണിക്കാം. സങ്കീർത്തനങ്ങൾ Psalm 38 verses 8 to 10. നിങ്ങൾ ആത്മാവ് അത് മനസ്സിലാക്കുക. സങ്കീർത്തനങ്ങൾ 38 8 മുതൽ 10 വരെ ഒരാൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നു. വായിച്ചാട്ടെ. കോപം കളഞ്ഞ് 38 8 വാക്യം. ഞാൻ ക്ഷീണിച്ച് അത്യന്തം തകർന്നിരിക്കുന്നു, എന്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. നിങ്ങൾ ആ പ്രാർത്ഥനയുടെ സ്പിരിറ്റ് കണ്ടോ? ഒന്നും മറച്ചു വെക്കുന്നില്ല. ആ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, ഞാൻ ക്ഷീണിച്ച്, ഐ ആം ഫീബിൾ ആൻഡ് സോർ ബ്രോക്കൻ ലോർഡ്, ഐ ഹാവ് റോഡ്. അദ്ദേഹം പറയാം, ഞാൻ അലറുക. ഈ സിൻസിയറിറ്റി ദൈവം എപ്പോഴും നോക്കുന്നു. ഞാൻ എന്റെ ഹൃദയത്തിലെ ഞരക്കം നിമിത്തം ഞാൻ അലറുന്നു. അടുത്ത വാക്യം, കർത്താവേ എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവേ എന്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എന്റെ ഗ്രോണിങ്, എന്റെ ഞരക്ക് നിനക്ക് മറന്നിരിക്കുന്നില്ല. അടുത്ത വാക്യം, എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു. എനിക്ക് ആ വാക്യം വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ദൈവത്തോട് പറയാണ്, കർത്താവേ എന്റെ നെഞ്ചിടിക്കുന്നു. ഇങ്ങനെ ആരും പ്രാർത്ഥിക്കാറുണ്ടോ? എന്റെ നെഞ്ചിടിക്കുന്നു, ഞാൻ വശം കെട്ടിരിക്കുന്നു, എന്റെ കണ്ണിന്റെ വെളിച്ചവും എനിക്കില്ലാതെയായി. ഈ സിൻസിയറിറ്റി നമ്മൾ നഷ്ടപ്പെടാതെ നാം തന്നെ സൂക്ഷിക്കുക. യെശയ്യാപ്രവചനം 38:14 രാജാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എ കിങ് ഹിസ്കിയാവ്. ആ രാജാവിന്റെ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഐസയ ചാപ്റ്റർ 38 and verses 14. 38:14 വാക്യം. മുവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ചിലക്കുന്ന ആരാ നോക്കി? ഹിസ്കിയ രാജാവാ കേട്ടോ. മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. അടുത്തത്, ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി. ഞാൻ പ്രാവ് പോലെ കുറുകി, എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി എന്ത് ചെയ്തിരിക്കുന്നു? ക്ഷീണിച്ചിരിക്കുന്നു. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്ക് ഇട നൽകണമേ. ഇതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരനല്ല, ഒരു രാജാവ് പ്രാർത്ഥിക്കുന്നത്. ആ രാജാവ് പറയാ, മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു എന്ന് പറഞ്ഞു. പ്രാവിനെ പോലെ ഞാൻ കുറുക, എന്റെ കണ്ണുയരത്തിലേക്ക് നോക്കി ക്ഷീണിക്കുക. യഹോവേ, ഞാൻ ഞെരുങ്ങിയിരിക്കുക, നീ എനിക്ക് ഇടുന്നൽ. അണ്ടർടേക്കിംഗ് കർത്താവേ. നമ്മളിങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. വീണ്ടും നമ്മൾ സിസ്റ്റർ രാവിലെ പറഞ്ഞ വാക്യം യെരമ്യാ 31:19. തുടമേൽ അടിച്ചു നാണിക്കുന്ന ഒരു നിലവിളിയുണ്ട് എഫ്രൈമിന്റെ. യെരമ്യാ 31:19. എഫ്രൈം എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വായിച്ചാട്ടെ. ജെറമയാ ചാപ്റ്റർ 31 and verses 19. ഞാൻ തെറ്റിപ്പോയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക, ഞാൻ തെറ്റി. അനുതാപം എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ചു ഉപദേശം ലഭിച്ചു. അതേക്കുറിച്ചാണ് ശിവസാർ നമ്മോട് പറഞ്ഞത്. അടുത്തെന്താണ്? തുടമേലടിച്ചു ഞാൻ നാണിച്ച് ലജ്ജിച്ചിരിക്കുക. അനുതാപം കണ്ടോ? അടുത്ത വചനം, എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എത്രയും വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടു. ആര് കേട്ടെന്നറിയാമോ? ദൈവം പറയുക, എന്റെ യൗവനത്തിലെ നിന്നയല്ലോ ഞാൻ വഹിക്കുന്നതെന്ന് എഫ്രൈം പ്രാർത്ഥിക്കുന്നത്, എഫ്രൈം നിലവിളിക്കുന്നത് ഞാൻ നല്ലവണ്ണം ഞാൻ കേട്ടിരിക്കുന്നു. മത്തായി 26:75 പറയുന്നു, എടുക്കണ്ട. പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. നമ്മൾ അതിദുഃഖത്തോടെ കരയും. നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കരയും. പക്ഷെ പത്രോസ് കരഞ്ഞത് നമുക്കറിയാം. തന്റെ നാഥനെ തള്ളിപ്പറഞ്ഞതിന്റെ ദുഃഖം ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് എഴുതിക്കുന്നു, പീറ്റർ വെപ്റ്റ് bitterly. അതിദുഃഖത്തോടെ കരഞ്ഞു. വേറെ ആരെങ്കിലും ബൈബിളിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഹൃദയനിറുക്കത്തോടെ സിൻസിയറായിട്ട് കരയുന്നത് പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ടോ? ആരാ? ഹന്ന പ്രാർത്ഥിച്ചു. ഓക്കെ, ഹന്നയുടെ പ്രാർത്ഥന വളരെ. വേറെ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ
പരസ്യമായ പ്രാർത്ഥന, രഹസ്യമായ പ്രാർത്ഥനയിൽ ഒരു ഹൃദയനിറക്കത്തോടെ പാരിശിഷം അല്ലെങ്കിൽ ഒരു പരീക്ഷത്വം കടന്നു വരാതെ ചടങ്ങ് പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ പൊട്ടിത്തകർന്ന ഹൃദയത്തോടെ നിലവിളിക്കുന്ന ഒരാളെ നിങ്ങൾ തിരുവനന്തപുരത്ത് കാണിച്ചു തരാമോ? കേട്ടില്ല? ഒത്തിരി ഭാവയോട് പറയുന്നുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഹൃദയനിറക്കത്തോടെ ഉറക്കക്കറിഞ്ഞ ഒരാളുടെ ഒരു പേര് ഞാൻ പറയാം. ക്രിസ്തു തന്റെ ഐഹിക ചെറുകാലത്ത് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം പുത്രൻ ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവനും നിത്യരക്ഷയ്ക്ക് കാരണം. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ജീവിതത്തില് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മള് മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്യുന്ന കാര്യം ആൾക്കാർ നമ്മോട് ചോദിക്കുന്നു. ഒരാൾ ഇവിടെ നിന്ന് ഭയങ്കരമായിട്ട് പാട്ട് പാടുമ്പോൾ ആൾക്കാർ ചോദിക്കും, എങ്ങനെ പാടുന്നേ? അല്ലെ? അല്ലെങ്കിൽ ഒരാൾ ഭയങ്കരമായിട്ട് സ്പോർട്സിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെയാ ഈ സിക്സ് ഒക്കെ അടിക്കുന്നത്? അല്ലേ? പോയി ചോദിക്കാറോ? യേശുവിന്റെ ജീവിതത്തിൽ എല്ലാവരും കണ്ടതാ. വെള്ളത്തിൽ മുകളിലൂടെ നടക്കുന്ന കണ്ടു. നിങ്ങൾ വേറൊരാളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്നാ? അല്ലെ, മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത കാര്യമാണ് ചോദിക്കുന്നത്. വേറൊന്നും നമ്മൾ ചോദിക്കത്തില്ല. തിരുവനന്തപുരം ഒത്തിരി അടുത്തുനിന്ന് ആൾക്കാർ സംസാരിക്കാൻ നമ്മൾ ചോദിക്കില്ല, എങ്ങനെ ഈ ബൈബിളൊക്കെ പഠിക്കുന്നു? അല്ലെ, എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് 5,5000 അവരുടെ കൂടെ സപ്ലൈ ചെയ്ത് ലാസറിനെ ഉറപ്പിച്ച് അവരും കൂടെ കൂടി ആഹാരം കഴിച്ചത്. പക്ഷെ ഒരു കാര്യം മാത്രം അവർ ചോദിച്ചെന്നറിയോ? അവർക്ക് സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം അവർക്ക് മനസ്സിലായി. അവര് പറഞ്ഞു, യേശു ഇവർ കാണുന്നുണ്ട് കേട്ടോ, ഇവർ കാണുന്നുണ്ട്, പക്ഷെ അതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ശേഷം അവർ പറഞ്ഞു, യേശുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇംപ്രസ് ചെയ്ത കാര്യം അവർ ചോദിക്കുക, കർത്താവേ, ശിഷ്യന്മാര് യോഹന്നാന്റെ ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ലോർഡ് ടീച്ച് us to pray. കാരണം അവർക്ക് മനസ്സിലായി പുത്രനായ ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഇംപ്രസീവ് ആയിട്ടുള്ളത് അവന്റെ പ്രാർത്ഥനയായിരുന്നു. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ യേശുവിന്റെ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ഒത്തിരി ആൾക്കാർ കൂടി വരുമ്പം യേശു ബൈബിളിൽ എഴുതിക്കുന്ന സ്ലിപ്ഡ് അവേ എന്ന്, മലയാളത്തിൽ എഴുതിക്കുന്ന വാങ്ങിപ്പോയെന്ന്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വലിയ എന്ന് പറയല്ലേ. കുറച്ചുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചില ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പതുക്കെ വലിയും. എന്താണെന്നറിയോ? ഒരാൾ വലിയുന്ന എന്തിനാണെന്നറിയോ? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാനാ, അല്ലെ? ഇപ്പൊ കുറെ ചെറുപ്പക്കാർ കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഒരുത്തം വലിയ പനിയെന്നറിയാം. അപ്പുറം ക്രിക്കറ്റ് കളി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്കോർ എന്നാ നോക്കാൻ വേണ്ടി ഇവൻ പതുക്കെ പോയി നോക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ വലിയുന്നത്. അവൻ പലപ്പോഴും വാങ്ങിപ്പോയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവർ, യേശുവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പകൽ പഠിക്കേണ്ടത്, പുത്രനായ കർത്താവേ, ഈ ദുഷ്ടഭൂമിയിൽ നീ ജീവിച്ചതാ, നീ എങ്ങനെ ലോകത്തെ ജയിച്ചത്? കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? അവർ ഫാദർ ഇൻ ഹെവൻ, ഹല്ലോഡ് ബി തൈ നെയിം. നിന്റെ നാമം മഹത്വപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദൈവത്തിനുള്ള പരാതിയോടെ പറയാം. ഹോസിയ ചാപ്റ്റർ 7:14. ഹോസിയ പ്രവചനം 7:14 തന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരാതി വളരെ വ്യക്തമാണ്. എഴുതിച്ച് വായിക്കട്ടെ. ഹോസിയ 7:14. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ. ശ്രദ്ധിക്കണം, വാക്ക് ഞാൻ പതുക്കിയാ കടന്നു പോകുന്നത്. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കുന്നില്ല. ശ്രദ്ധിച്ചേ, കണ്ട വാക്യം. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കുന്നില്ല. നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടും. കിടക്കയിൽ വെച്ച് മുറയിടുന്നു എന്ന് പറഞ്ഞാൽ എന്നാ? മുറയിടുക എന്ന് പറഞ്ഞാൽ എന്നാ? ചുമ്മാ കുറെ ജൽപ്പനങ്ങൾ പറയുക. കഥ പറഞ്ഞാണ്, അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ചു and they have not cried unto me with their heart. എന്നുവെച്ചാൽ അവരുടെ പ്രാർത്ഥനയിൽ അവരുടെ ഹൃദയം ഇൻവോൾവ് ആകുന്നില്ല. എന്നിട്ട് പറയുകയാണ്, അവർ ധ്യാനവും വീഞ്ഞും മതി they howled upon their bed എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞു പ്രാർത്ഥിച്ചു, അവരെ കിടന്നുറങ്ങാം. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഈ കർത്താവിന്റെ വരനുള്ള ബന്ധത്തിൽ നാം പഠിക്കേണ്ട 1-2 കാര്യങ്ങൾ. ബി സിൻസിയർ ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ നമുക്കൊരു ദിവസം നമ്മോട് ചോദിക്കാം, എന്റെ പ്രാർത്ഥന ഞാൻ സിൻസിയർ ആണോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്, നല്ല വാക്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലെ, ആൾക്കാർ വിചാരിക്കത്തില്ലേ ഈ വ്യക്തിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. പിന്നെ നല്ല നല്ല ഫ്രേസുകളൊക്കെ ഉപയോഗിക്കണം, എങ്കിലല്ലേ പ്രാർത്ഥന ഇച്ചിരൂടെ ഭംഗിയുള്ളതായി തീരത്തുള്ളൂ.
യേശു പറഞ്ഞു, 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ പോയി. രണ്ടുപേരും പ്രാർത്ഥിക്കാനാ പോയെ. ഒരുത്തൻ എന്നാ മാർക്കറ്റിൽ പോയി സാധനം മേടിച്ചിട്ട് വന്ന വഴിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഇരുന്നല്ല. രണ്ടുപേരും മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കാൻ പോയതാ. ഒരുത്തന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, മറ്റവന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ഞാൻ പറയാം, പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുവിനെ നോക്കി വേണം നാം പഠിക്കാൻ. പ്രാർത്ഥന എന്താണ്? തീർച്ചയായിട്ടും സഹോദരങ്ങൾ അനേകരുടെ പേര് പറഞ്ഞ് അവരൊക്കെ നമുക്ക് വലിയ ചലഞ്ചാ. ബൈബിൾ പറയുന്നുണ്ട്, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും. നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന് പ്രിയനാ. കർത്താവ് പൗലോസിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, അനന്യാസെ നേർവീതി എന്ന തെരുവിൽ ചെല്ലുക. നമ്മൾ പറയല്ലേ, ഫസ്റ്റ് ക്രോസ്, സെക്കൻഡ് റൈറ്റ്, ആ തേർഡ് ലെഫ്റ്റ് എടുക്കുമ്പോൾ ആ കോർണറിലുള്ള വീടുണ്ടല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇവിടെ ചെല്ലുമ്പോൾ അവൻ എന്നാ ചെയ്യുക? അവൻ പ്രാർത്ഥിക്കുന്നവൻ. അവൻ പ്രാർത്ഥിക്കുക. നമ്മളെ കുറിച്ച് കർത്താവ് പറയുമോ? അവിടുത്തെ ആ ലേഔട്ടിലെ തേർഡ് ക്രോസ്, 3-ാമത്തെ വീട്, 4-ാമത്തെ ജംഗ്ഷനിൽ ഇരിക്കുന്ന ആ വീട്ടിലിരിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് വേറെ വല്ലോ ആണോ നമ്മെ കുറിച്ച് പറയാൻ പോകുന്നത്? അവിടെ പറയുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു, അവൻ പ്രാർത്ഥിക്കുന്നു. അവന് അത് മാത്രമല്ല, അനന്യാസ് എന്നൊരു പുരുഷൻ വന്ന് തലയിൽ കൈവച്ച് അവൻ സൗഖ്യം ലഭിക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കാനുള്ള പ്രധാനപ്പെട്ട തടസ്സം ഞാൻ പറയാം. നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും നമ്മൾ ഒത്തിരി ഭാരങ്ങൾ ചുമന്ന് നടക്കുന്നവരാണ്. പ്രാർത്ഥനയിൽ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭാരങ്ങൾ, പാപങ്ങളെ കുറിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞു. പാപങ്ങളെ ഓർത്ത് അനുഭവിക്കണം. തീർച്ചയായിട്ടും പാപഭാരം ദൈവത്തിന് മുന്നിൽ ഇറക്കി വെക്കണം. പക്ഷെ നമ്മുടെ പാപഭാരവും നമ്മുടെ മറ്റു ഭാരങ്ങളും ദൈവത്തിന്റെ മുമ്പാകെ ഇറക്കി വെക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറുതെ നമ്മൾ വരുന്നു എഴുന്നേറ്റ് പോകും. ഇംഗ്ലീഷിലെ പാട്ട് നിങ്ങൾക്ക് പരിചയമാണല്ലോ, ബിക്കോസ് വി ഡു നോട്ട് ക്യാരി എവരിത്തിങ് ടു ഗോഡ് ഇൻ. ആ ചോദ്യം ഇതാ, ഹാവ് യു ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ് കമ്പയർഡ് വിത്ത് എ ലോഡ് ഓഫ് കെയർ. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭാരം ചുമന്നാണ് നടക്കുന്നത്. അടുത്ത ലൈൻ ഇങ്ങനെയാണ്, ജീസസ് നോസ് അവർ വീക്ക്നെസ്, ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് ഇൻ പ്രയർ. പ്രിയമുള്ളവർ, ഭാരങ്ങൾ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാനാണോ? പണ്ടൊരാൾ പറഞ്ഞ പോലെ ഭാരങ്ങളെല്ലാം ഈ അവിടെ ഇടനാഴി വെച്ചിട്ട് ഒരു 2.5 മണിക്കൂർ ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഭാരം എടുത്തുകൊണ്ടാണോ പോകുന്നത്? ആണോ? അങ്ങനെയാണ് നമ്മളിവിടെ എടുത്തു വെക്കുന്നില്ല. അൺലോഡിങ് ദ ബർഡൻസ്. നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഭാരങ്ങളുള്ളവർ, നമുക്കറിയാം, എന്തുമായിക്കോട്ടെ. ഈ ഭാരങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ട് നടന്നാൽ നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചേ, ഈ ഭാരങ്ങൾ നമ്മൾ ഇറക്കി വെക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ഒരിക്കലും ചർച്ചക്കാർ സ്കിറ്റ് കാണിച്ചു. ഇവിടെ പല സ്കിറ്റുകളൊക്കെ സഹോദരങ്ങൾ കാണിക്കാറുണ്ട്, പിശാച് വന്ന് പിടിക്കുന്നതും കെട്ട് പൊട്ടിക്കുന്നതും. എന്നാൽ ആ ചർച്ചക്കാർ കാണിച്ച സ്കിറ്റ് ഇങ്ങനെയായിരുന്നു. ഒരു വിവാഹ വേദി പോലെ അവരുടെ ചർച്ചിന്റെ പ്രദേശം ഒരുക്കി കഴിഞ്ഞിട്ട് ഒരാൾ പുറകിൽ നിന്ന് അനൗൺസ് ചെയ്യുക, ഇപ്പോൾ വിവാഹം നടക്കാൻ പോവാണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ബ്രൈഡ് ഗ്രൂം, മണവാളൻ ഇപ്പോൾ സ്റ്റേജിലേക്ക് കടന്നു വരും. മ്യൂസിക് എത്തിയിട്ട് മണവാളൻ കയറി വരിക. മണവാളൻ കയറി വരുമ്പോൾ മണവാളിന്റെ തലയിൽ ഒരു വലിയ കൊട്ടയുണ്ട്, പുറത്തൊരു ബാഗ്, മറ്റേ കയ്യിലൊരു തടിയൻ സൂട്ട് കേസ്, എല്ലാം കൂടെ പിടിച്ച് മണവാളിങ്ങനെ ഒത്തി വരിക. കാരണം ഭാരങ്ങൾ ചുമന്നുകൊണ്ടാ വരുന്നത്. പുറകിന് ബാക്ക്ഗ്രൗണ്ട് വിളിച്ചു പറയുന്നുണ്ട്, മണവാളൻ എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു പെൺകുട്ടി മണവാട്ടി എന്റെ ജീവിതത്തിൽ വരും, എന്റെ ഭാരങ്ങളെല്ലാം എനിക്കൊന്ന് ഇറക്കി വെക്കാം. തീർച്ചയായിട്ടും ഭാരങ്ങളൊക്കെ കുറെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറയുന്നുണ്ട്, ഞാൻ ഇല്ലെന്ന് ഞാൻ പറയാൻ. അങ്ങനെ മണവാളൻ വളരെ പ്രതീക്ഷയോടെ പുറത്തൊരു ബാഗ്, തലയിലൊരു കൊട്ട, കയ്യിലൊരെണ്ണം വലിച്ചോണ്ട് വരുന്നു, എല്ലാം കൂടെ വന്ന് അവൻ എങ്ങനെ നിൽക്കുക മണവാളൻ. അപ്പൊ അടുത്ത മ്യൂസിക്, മണവാട്ടി വരുന്നു. മണവാട്ടി വരുമ്പോഴും അവരുടെ തലയിൽ കൊണ്ടൊരു കൊട്ട, വലിയൊരു ഈ സ്ത്രീകളൊക്കെ ഇടുന്ന ലോങ് ഒരു ബാഗുണ്ട്, അത് നിറച്ച് ഭയങ്കര വെയിറ്റ്, പിന്നെ ഫുള്ള് കനം. അതേക്കുറിച്ച് അവൻ വിളിച്ചു പറഞ്ഞതാണ്, ദ ബാഗ് ഓഫ് ഡിസ്കണ്ടന്റ്മെന്റ്, ദ ബാഗ് ഓഫ് ഗിൽറ്റ്, ദ ബാഗ് ഓഫ് ഫിയർ, ദ ബാഗ് ഓഫ് ഗിൽറ്റി കോൺഷ്യൻസ്. അവൾ വിചാരിച്ചു, ഇന്നോടുകൂടി എന്റെ ഭാരങ്ങളെല്ലാം ഇറക്കാം, കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരാള് കടന്നു വരികയാണ്, അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ച് ശുശ്രൂഷകം വന്നപ്പോൾ രണ്ടുപേരെയും കൈപിടിപ്പിക്കാൻ പോലും പറ്റാത്തവണ്ണം അതിഭയങ്കരമായ ഭാരങ്ങളാൽ രണ്ടുപേരും വഹിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ ഒരാള് വന്ന് പറഞ്ഞു, വേറൊരു മണവാളനുണ്ട്. ആ മണവാളൻ കയറി വരുമ്പോൾ അവന്റെ കൈകളിൽ ഒന്നുമില്ല. There is only one bridegroom without any burdens. രണ്ടുപേരും അവിടത്തോട്ട് എന്നിട്ട് പറഞ്ഞു, മണവാളനെ, പ്രിയനായവനെ,
നിന്റെ കരങ്ങൾ ആണിപ്പാടും നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ തലയിലെ എല്ലാ കൊട്ടയും, എല്ലാ ഡിസ്കണ്ടന്റും, എല്ലാ ഫിയറും, എല്ലാ ഗിൽറ്റും ഞാൻ താഴ്ത്തിറക്കി വെക്കുന്നു. അങ്ങനെ കുടുംബം ആ ചിറ്റിന്റെ അവസാനത്തിൽ ആളുകൾ കരഘോഷം മുഴക്കിക്കൊണ്ടിരിക്കുമ്പോൾ മണവാളും മണവാട്ടിയും തങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രിയ മണവാളനായ ക്രിസ്തുവിന്റെ കരങ്ങളെ കൊടുത്ത് രണ്ടുപേരും കൈകൾ കൊട്ട വിട്ടുകഴിഞ്ഞവരായി ആ സ്റ്റേജ് വിട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വചനം പരിശുദ്ധാത്മാവ് എഴുതി വെക്കട്ടെ. ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോട് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവേ നീ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രാവലിംഗ് ലൈറ്റ് എന്ന് പറയുന്ന മാക്സ് ലുക്കറുടെ പുതിയ ബുക്കിൽ അദ്ദേഹത്തിന്റെ ബുക്കിങ്ങിനാണ് ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എനിക്കൊത്തിരി ആഗ്രഹങ്ങളുണ്ട്, ഭാരങ്ങളില്ലാതെ ജീവിക്കണം. നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസുകാർ ചെയ്യുന്നത് പണമില്ല കേട്ടോ, അവർ ചെയ്യുന്നത് ഒരു 2 കൊട്ട ഭാരം നിങ്ങളുടെ തലയിലോട്ട് വെക്കുക. സ്കൂളിൽ ചെല്ലുക, പ്രോഗ്രസ് റിപ്പോർട്ട് സൈനിങ്, അവിടെ ചെല്ലുമ്പോഴും അവര് തയ്യാറാക്കി വെച്ചിരിക്കുക ഒരു 2 ടൺ ഭാരം, അതെടുത്ത് നിങ്ങളുടെ തലയിലോട്ട് വെക്കുക. അടുത്തത്, ലോകത്തിലെല്ലായിടത്തും ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുക നമ്മുടെ തലയിൽ ഇത് വെക്കാൻ. നമ്മളിതെല്ലാം ഏറ്റെടുത്ത് നമ്മൾ കരഞ്ഞു നിലവിളിച്ചും സന്തോഷമില്ലാതെ പോവുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കർത്താവിന് മുമ്പിൽ നാം കടന്നു എന്ന് പ്രിയ മണവാളനായ കർത്താവ് പറഞ്ഞു, കം ടു മീ. അത് നമ്മൾ പുറത്തുള്ളവരോടാണ് കരുതേണ്ട സഹോദരങ്ങളെ. കം ടു മീ all those who are heavy and burdened and heavy laden. ആരാത്? ഞാൻ പറയുന്നു, 20 വർഷമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ഭാരവും ഹെവി ലീഡനുമായിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, കം ടു മീ ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഈ റെസ്റ്റ് നമ്മൾ ഇവിടുന്ന് പ്രാപിക്കണം. കാരണം എന്നാണെന്നറിയാവോ? പുറത്ത് റെസ്റ്റ് ഇല്ലാത്തവന്റെ അടുത്ത് റെസ്റ്റ് കൊടുക്കേണ്ട ആരാന്നറിയാം? നാം മുമ്പേ കേട്ടപോലെ അവര് നമ്മൾ കർത്താവിനെ കാണുക. പ്രൊഫസർ ചോദിച്ചു, ഹൗ യു ക്യാൻ കംഫർട്ട് എ മാൻ if you are not comforted? How you can carry the burdens of others if your burdens are not unburdened? ശരിയല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയിൽ നമുക്കതെല്ലാം ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഒന്ന് അൺലോഡ് ചെയ്യാം. പക്ഷെ ഒരു പ്രോബ്ലം, മനുഷ്യന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ, ചെല്ലു പറയത്തില്ലേ, ഒരു ഭാരം ചുമന്നുകൊണ്ട് നടന്നാലേ അവർക്കൊരു സന്തോഷവും. പണ്ടും ഒരുത്തന്നെ കാളവണ്ടിയെ കയറ്റിയ കഥ നിങ്ങൾക്കറിയാം. കാളഭാരം ചുമക്കണ്ടെന്നോർത്ത് അവൻ തലേ വഹിച്ചോല്ല, എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തിന് പ്രയാസം വരണം എന്നോർത്ത് നമ്മള് കർത്താവ് നിന്റെ ഭാരം ബാക്കി പൂർത്തീകരിച്ചിട്ട്, നിന്റെ ഭാരം എന്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. നാം രാവിലെ കേട്ടപോലെ ഇത് പാപത്തിന്റെ ആയിരിക്കാം. കർത്താവിന്റെ കൺഫ്രന്റ് ചെയ്യുക, ഞാൻ വശമിട്ടിരിക്കുന്നു കർത്താവെ, എന്റെ നെഞ്ചിടിക്കുന്നു, പറ ദൈവത്തോട്, കർത്താവ് എനിക്ക് മീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചെലച്ചോണ്ടിരിക്കുക, എന്നോട് ക്ഷമിക്കണം. ആ ബേർഡൻസ് അവിടെ ഇറക്കി വെക്കണം. അപ്പോഴും നമ്മുടെ പ്രാർത്ഥന പൂർത്തിയാകുന്നത്. കൺഫെഷൻ, റിപ്പന്റൻസ്. ഇനി മറ്റു ഭാരങ്ങളാണോ? ശ്രദ്ധിച്ചേ, മറ്റു ഭാരങ്ങളാണെങ്കിൽ നാം മുമ്പേ കേട്ടതുപോലെ ആ ഭാരങ്ങൾ നമുക്ക് ഇറക്കി വെക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇനിയിപ്പം സീസൺസ് വരിക, എല്ലാ സീസണും സുവിശേഷം പറയേണ്ടതാ. പക്ഷെ പ്രത്യേക സീസൺ വരിക, സുവിശേഷം ആരും കേൾക്കുന്ന ഒരു സമയം. പക്ഷെ നമ്മൾ ഈ ഭാരങ്ങളെല്ലാം കൂടെ ചുമന്നോട് നടന്നാൽ നമുക്ക് എങ്ങനെ യേശു ഭാരം ചുമക്കുന്നവനാണെന്ന് അവരോട് പറയും? തിരുവചനം പറയുന്ന അവങ്കിലേക്ക് നോക്കിയവർ ആണോ? ഓരോ മുഖത്തേക്ക് മാറി മാറി ഞങ്ങൾ നോക്കട്ടെ. പ്രകാശിതമായിട്ടുണ്ടോ? പ്രകാശിതമായിട്ടുണ്ടെങ്കിൽ പറയാം, അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രശ്നമുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, സിൻ, പാപമായിരിക്കാം, കൊടിയ പാപമായിരിക്കാം, അല്ലെങ്കിൽ ഭാരങ്ങളായിരിക്കാം, മുറുകെ പറ്റി ചില കാര്യങ്ങളായിരിക്കാം, പൈശാചിക പോരാട്ടങ്ങളായിരിക്കാം. ഒറ്റ കാര്യമുള്ളൂ, നമ്മളിത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് വേണം മറ്റൊരാളുടെ അടുത്ത് കടന്നു പോകാൻ. ഇനി ചർച്ചിന് അതിശയകരമായ ഒരു കാര്യം പറയാം. ഇവിടെ പല സഹോദരങ്ങളും രോഗാവസ്ഥയിലൊക്കെ വളരെ ഭാരപ്പെട്ട് കിടക്കുന്നുണ്ട്. സാധാരണക്കാരായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളില്ലാത്ത സഹോദരങ്ങൾ ചെല്ലുമ്പോൾ ഇവരവരെ ആശ്വസിപ്പിക്കുന്ന പകരം ഇവരെ ആശ്വസിപ്പിച്ചിട്ട് പ്രൈസറോട് പറഞ്ഞു പോരുക. കുഴപ്പമില്ല, ദൈവദിനം മാറ്റമില്ലാത്ത വചനം പറയുന്നു, നമ്മൾ വേണം ആശ്വസിപ്പിക്കാൻ, നമ്മൾ വേണം അവർക്ക്. നമ്മൾ തിയോളജിയും പറയരുത്. ഞാൻ ചോദിക്കട്ടെ, അതിഭയങ്കരമായ രോഗത്താൽ മരണത്തോട് അടുക്കുന്നവന്റെ അടുക്കിൽ നിന്ന് നമ്മൾ അറിവ് പറയരുത്. അവൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക, നമ്മുടെ അറിവ് പറഞ്ഞാൽ അവൻ വീണ്ടും മരണത്തിലേക്ക് പോകും. ഒരിക്കലും എഴുത്തുകാരൻ അദ്ദേഹം പറയുകയാണ്, വളരെ പ്രയാസത്തിൽ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന അടുത്ത് ചെന്നപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, അദ്ദേഹത്തിന്റെ ആ കിടക്കുന്ന ആളുടെ സ്കിന്നൊക്കെ ചുക്കിച്ചുളിഞ്ഞു. അദ്ദേഹം പറയാണ്, ഒരു പഴയ കൊട പോലെ ആ സ്പോക്സും
വേദന കൊണ്ട്, മരുന്നിന്റെ വേദന അദ്ദേഹത്തെ ഇങ്ങനെ കാർത്തുന്നുക. ഞാൻ പറഞ്ഞു, എന്നാ പറയണ്ടേ? അദ്ദേഹം ദൈവത്തെ അറിഞ്ഞൊരാളാണ് കിടക്കുന്നത്, പക്ഷെ അതിഭയങ്കരമായ വേദനയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്തുള്ളൂ. എന്റെ കൈ ഞാൻ ആ മനുഷ്യന്റെ കൈയിൽ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, The Lord is my shepherd. I shall not be in want. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് കുറവുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അത് പറയാണ്, വീണ്ടും മരണത്തിന് ഏതാനും ദിവസങ്ങളിലും ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ട് അടുത്ത വാക്യം അദ്ദേഹം പറഞ്ഞു കൊടുത്തു, മരണത്തിന്റെ വേദനയുടെ താഴെ കൂടി നടന്നാലും ഞാനൊരു അണുത്തവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് ഗ്രഹിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക. അദ്ദേഹം പറയാണ്, മറ്റൊന്നും വേണ്ട സഹോദരങ്ങളെ, 23-ാം സങ്കീർത്തനം മതി. പക്ഷേ 23-ാം സങ്കീർത്തനത്തിലെ ഇടയൻ നിന്റെ ഇടയനാണെങ്കിൽ ഈ ഇടയ സങ്കീർത്തനം, ഈ 23-ാം സങ്കീർത്തനം ഒരുവന്റെ കരുത്തിൽ പിടിച്ച് പറഞ്ഞാൽ മതി, അവൻ ബലം പ്രാപിച്ച് ആത്മനിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുക. ഹെബ്രായർ 12:1-2 സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം, പറഞ്ഞാട്ടെ, ഓട്ടം സ്ഥിരതയോടെ ഓടുക. എഫേസ്യർ 6 പറയുന്നു, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രിയമുള്ളവരെ, ഈ സ്ഥിരത കാണിക്കാൻ ഇരിക്കാനുള്ള ഒരു പ്രോബ്ലം, നമ്മുടെ ഒരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട്. ഒരാൾ രാവിലെ നടക്കാൻ പോയ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. രാവിലെ നടക്കാൻ പോകുന്നവരുണ്ടോ അവിടെ? ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാം, നടക്കണം. പക്ഷെ അതൊരു പ്രയർ വാക്കാക്കി മാറ്റണം. ദൈവവുമായി സംസാരിക്കുന്ന ഒരു സമയമാക്കി മാറ്റണം. തീർച്ചയായും. എന്തുകൊണ്ടായിക്കൂടാ? അതൊരു ദൈവത്തോട് സംസാരിക്കണം. കർത്താവേ, പ്രാർത്ഥന എന്ന് പറഞ്ഞ എന്നാ? We speak, he listens. He speak, we listen. അതാ പ്രാർത്ഥന, വേറെന്താ? ഈ ഒരു പ്രാർത്ഥന നിങ്ങളുടെ പ്രയർ വോക്കായി കഴിയുമ്പോൾ ഞാൻ പറയാം, ആ രാവിലത്തെ വോക്കിംഗ് ഭയങ്കര ഉഷാറായിരിക്കും. അദ്ദേഹത്തിനുണ്ടായ ടെൻഡേഷൻ പറയും. സാധാരണ നമ്മൾ വോക്കിന് മുമ്പ് ഒന്നും എടുക്കത്തില്ല. അദ്ദേഹത്തിനുണ്ടായ ടെൻഡേഷൻ, അദ്ദേഹം രാവിലെ നടക്കാൻ പോകും, ലൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാൻ പോവാ. പോകുന്ന വഴിക്ക് അത് തിരിച്ച് ഒരു ജസ്റ്റ് ഇറങ്ങാന്നൊരു ചിന്ത, പിള്ളേരെങ്ങാൻ ഫോൺ വിളിച്ചാലോ, തിരിച്ചു കയറി ഫോൺ എടുത്ത് പോക്കറ്റ് കിട്ടും. വലിയ ഫോൺ, ഇപ്പോഴത്തെ ഫോണൊക്കെ 1/2 കിലോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അയ്യോ കാർ അവിടെ കിടപ്പുണ്ട്, ഇനി വല്ലവരും കട്ടുകൊണ്ട് പോയാലോ, കീ എടുത്ത് പോക്കറ്റ് കിട്ടും. പിന്നൊരു ചിന്ത, മുമ്പോട്ട് പോകുമ്പം തണുപ്പ് കൂടാൻ സാധ്യതയുണ്ട്, എന്നാൽ വലിയ ജാക്കറ്റ് എടുത്ത് അതിന് അദ്ദേഹത്തിന് ചിന്ത കൂടെ വന്നു, പോകുന്ന വഴിക്ക് ദാഹിച്ചാലോ ഒരു 1/2 ലിറ്റർ വെള്ളം കൂടെ എടുത്തേക്കാം. അവസാനം വലിയ ഭാരം വഹിച്ചുകൊണ്ട് നടപ്പ് പറഞ്ഞു. പോകേണ്ട ദൂരം നടക്കേണ്ടതിന്റെ പകുതി വഴിക്ക് പുള്ളി തിരിച്ചു പോകും. എന്ന് പറയാം, ഇതുപോലെ നമ്മൾ അനാവശ്യമായ ഭാരങ്ങളെല്ലാം ഏൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, കം ടു മീ ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. കർത്താവിന്റെ അടുത്ത് ചെന്ന് ആ ആശ്വാസം പ്രാപിക്കണം. രണ്ടാമത്, ഒന്ന് ഞാൻ പറഞ്ഞു, ബി സിൻസിയർ ഇൻ പ്രയർ. രണ്ടാമത്, അൺലോഡിങ് ദ ബർഡൻസ് ഇൻ പ്രയർ. കർത്താവിന്റെ സന്നിധിയിൽ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കുക. 1 Petrus പറയുന്നു, അവൻ നമുക്ക് വേണ്ടി കരുണകൊണ്ട് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. മൂന്നാമതൊരു സാധ്യത, ഈ പ്രാക്ടിക്കൽ, ഈ പ്രാർത്ഥന കേൾക്കുമ്പം എനിക്ക് തോന്നുന്നത് പെട്ടെന്നൊരു ചിന്ത ഇവിടെ എല്ലാവർക്കും വന്നില്ലേ. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന ആർക്കുള്ളതാ? വേഗം പറ. പ്രയർ ആൻഡ് ഇന്റർസെഷൻ ആർക്കുള്ളതാ? ഇവരാ പറഞ്ഞത്. ആർക്കുള്ളതാ? അവര് പറഞ്ഞു. ആർക്കുള്ളതാ? എല്ലാവർക്കും ഒരുപോലുള്ളതാ. പെട്ടെന്ന് സഹോദരന്മാർ ചിന്തിക്കുന്നറിയോ? ചില പറയുന്നത് പ്രാർത്ഥനയെല്ലാം ഞാൻ എന്റെ കുടുംബത്തെ ഏൽപ്പിച്ചിരിക്കുക. പക്ഷെ വചനം പറയുന്നത് പുരുഷന്മാരെല്ലായിടത്തും വിശുദ്ധ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. പിന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കും. ഇതിനകത്തെല്ലാം ഇന്റർസെഷൻ പ്രയറും പുരുഷന്മാരോടാണ് കേട്ടോ. ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രയർ ചെയ്യുന്ന ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എത്തിപ്പോയി. സഹോദരന്മാരുടെ ലിസ്റ്റ് ഒത്തിരിയുണ്ട്, സഹോദരന്മാർ എത്രയുണ്ട്. കാരണം അവരുടെ വിചാരിക്കുന്നതിനറിയോ, പ്രാർത്ഥനയൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ്. ആര് പറഞ്ഞു? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന പറഞ്ഞ എന്നാ? അതാണ് നമ്മുടെ ചിന്ത, തെറ്റിദ്ധാരണ അതാ. ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഭാര്യയ്ക്ക് എന്നാ പണി, ചുമ്മാ ഇരിക്കല്ലേ, ഇടവിടാതെ പ്രാർത്ഥിച്ചോട്ടെ. റെക്കറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഓഫീസിലേക്ക് പോകുമ്പോൾ കർത്താവേ ഇന്ന ദിവസം ഞാൻ എന്റെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക. അടുത്തത്, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു, ഈ റെക്കറൻസ്, ഈ ഒരു റെക്കറൻസ് പറഞ്ഞ എന്നാ? ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നതാണ് പ്രാർത്ഥന.
ഇനി രണ്ടാമതൊരു കാര്യം പറയാം. ചിലരൊക്കെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ആരും സംസാരിക്കരുത്. ചിലരൊക്കെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിർത്തി. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കുടുംബത്തിൽ ഇപ്പൊ എത്ര പേരുണ്ട് ചെയിൻ പ്രയറില്? ഞാൻ 10 പേരുണ്ടോ? തുടങ്ങിയപ്പോ ഒത്തിരി പേരുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടം, ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. പക്ഷെ കാരണം ഞാൻ പറയാം, ഇച്ചിരി മടുത്തുപോയി. ഈ മടുത്തു പോകുന്നതിന്റെ കാരണം ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക, പരിശുദ്ധനായ ദൈവമേ എന്നൊക്കെ പോലെ പ്രാർത്ഥിക്കാനിരിക്കും. പിശാച് എന്തെന്നറിയോ, 2 ഫയറി ഡാറ്റ്സ് അങ്ങോട്ട് വിടുക. വിടുമ്പോഴത്തേന് എന്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുഭവിച്ചു. ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. പക്ഷെ നമ്മൾ പറയുന്നതെന്നറിയോ, എനിക്കിതിനുള്ള യോഗ്യത ഒന്നുമില്ല. തോന്നിയിട്ടുണ്ടോ? സഭയോർത്ത് പ്രാർത്ഥിക്കാനോ, ഇന്ത്യയിൽ നശിച്ചു പോകുന്ന ആത്മാക്കളെ, അതൊക്കെ വലിയ വലിയ പ്രാർത്ഥനാ വീരന്മാർക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് അല്ല. അല്ല സഹോദരങ്ങളെ, പ്രാർത്ഥന എപ്പോഴും എന്തിന്റെ ബേസിലായിരിക്കും ഞാൻ പറയുക. ശ്രദ്ധിക്കണം. നമ്മൾ പാപങ്ങൾ ഏറ്റു പറയണം. നമ്മൾ രാവിലെ കേട്ടു, അനുഭവിക്കണം, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. വാട്ട് ഇസ് ട്രൂ പ്രയർ? ശ്രദ്ധിച്ചിരുന്നാൽ മതി. എരിഹോവിലേക്ക് ജനം കടന്നു വന്നു. യോർദാന്റെ തീരത്തേക്ക്. മോശ മരിച്ചു. ജോഷുവയുടെ പുസ്തകം എടുക്കുന്ന 3-ാം അധ്യായത്തിൽ ജനം മുഴുവനും കടന്നു. ഒരു നേഷൻ, 20 മില്യൺ, അത് 20 ലക്ഷമാണ്. 2 മില്യൺ പീപ്പിൾ. ടോട്ടലി കണക്കനുസരിച്ച് മിനിമം 32 ലക്ഷം ജനമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ 2 പിള്ളേരുമായിട്ട് ഈ ടിംഫാക്ട് റോഡൊന്ന് ക്രോസ് ചെയ്യാൻ എത്ര മതിൽ ഓടിക്കും നമ്മൾ? ഒരു നേഷന് മുഴുവനും 1 മൈൽ വീതിയുള്ള, ശ്രദ്ധിക്കണം, 1 മൈൽ വിത്ത്, 1.6 കിലോമീറ്റർ വീതിയുള്ള യോർദാൻ കടക്കണം. 3 ദിവസം താമസിക്കാൻ പറഞ്ഞു. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം. എന്നാ ചെയ്യണം? ബോട്ടില്ല, ബ്രിഡ്ജില്ല, പാലമില്ല, മറ്റു മാനുഷികമായിട്ടുള്ള ഒന്നുമില്ല. നിങ്ങൾ പറ, എങ്ങനെ കടക്കും? ജനം 3 ദിവസം താമസിക്കുക. ഞാൻ മനസ്സിൽ നമ്മൾ ആ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാല് എങ്ങനെ കടക്കും ഇത്? കാരണം കൊയ്ത്തുകാലത്താണ് കടക്കുന്നത്. കൊയ്ത്തുകാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകും. 1 മൈൽ നീളമുള്ള ഒരു നദി ആർത്തലയ്ക്കുന്ന ഹുങ്കാര ശബ്ദത്തോടെ ഒഴുകുന്നത്. ഭയങ്കരമായിട്ടുള്ള, എന്നാ പറയുന്നത്, പെരുവെള്ളത്തിന്റെ ഇരച്ചില് പോലെ നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ജോഷിയും കൂട്ടിൽ ഒരു സൈഡിൽ നിൽക്കുക. പറ, എങ്ങനെ ക്രോസ് ചെയ്യും? ഞാൻ പറയും, ഈ സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ധ്യാനിക്കുന്നു. എനിക്കിതിനുള്ള യോഗ്യതയൊന്നും, എനിക്കിതൊന്നും കടക്കാൻ പറ്റത്തില്ല. ചിലർ അവിടെ അവരുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് സോദരനെ പറഞ്ഞാല് അവിടെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ മതിയെന്ന്. ഇവിടെ വരെ വന്നല്ലോ. ജോഷിയോട് ദൈവം പറഞ്ഞു, പെട്ടെന്ന് ചോദിക്കുന്ന പുരോഹിതന്മാർ പെട്ടവുമായിട്ട് മുമ്പോട്ട് പോകാൻ പറഞ്ഞു. എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക. പെട്ടെന്ന് ചോദിക്കുന്ന പുരോഹിതന്മാർ പെട്ടവുമായിട്ട് മുമ്പോട്ട് തോളെ വെച്ചു. നിങ്ങൾ ആത്മാവിൽ കാണണം. അങ്ങനെ ബൈബിൾ പഠനം മനോഹരമാകത്തുള്ളൂ. പെട്ടെന്ന് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴും നദി 1 മൈൽ വീതിയില് ഭയാനകമായ ശബ്ദത്തോടെ എവനെങ്കിലും അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊടി പോലും കാണത്തില്ല. പിന്നെ അവനെ 5 കിലോമീറ്റർ അപ്പുറം അവന്റെ ശവം പൊങ്ങും നോക്കിയാൽ മതി. ഇങ്ങനെ നിൽക്കുമ്പോൾ സംഭവിച്ച കാര്യം ഞാൻ പറയാം. വിശ്വാസത്തോടെ അവരെ പെട്ടകമെടുത്തുകൊണ്ട് അവർ 30 അടി ദൂരമുള്ളപ്പോൾ നദി അങ്ങനെ തന്നെ ഒഴുകുക. 20 അടി ദൂരത്തോളം എത്തി, നദി അങ്ങനെ തന്നെ ഒഴുകുക. 5 അടി ദൂരത്തോളം എത്തി, നദി അങ്ങനെ തന്നെ ഒഴുകുക. കേവലം 2 ഫീറ്റൂടെ മാത്രമേ ഉള്ളൂ. സംഭവിക്കും. എന്തു പറ, കാലി വെക്കണോ വേണ്ടയോ? പ്രിയമുള്ളവരെ, സത്യം പറയാം, യഹോവയുടെ നിയമപ്പെട്ടകം മുമ്പേ പോവുക എന്ന് പറഞ്ഞാൽ യഹോവ മുമ്പേ പോവുക എന്നർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മുന്നേ നടന്നപ്പോൾ സംഭവിച്ച കാര്യം പറയാം. ഇവരുടെ ആത്മാവിൽ കാണണം. ഇവരുടെ കാലുകൾ അതിഭയങ്കരമായിരിക്കുന്ന കരകവിഞ്ഞൊഴുകുന്ന നദിയിലേക്ക് കാലുകൾ വെച്ചതും വെള്ളം അങ്ങ് പൊങ്ങാൻ തുടങ്ങിയ ഒരു സൈഡിൽ ആത്മാവിൽ കാണണം. കണ്ടിട്ട് എന്തെന്നറിയോ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന സരഥാന് അപ്പുറത്തുള്ള ആദാം പട്ടണത്തിനരികെ വരെ വെള്ളം ചിറ പോലെ പൊങ്ങി. എത്ര മൈൽ ദൂരമാണെന്നറിയോ? 30 മൈൽസ്. 30 മൈൽ ദൂരത്തിലത്ര വെള്ളം പുറകോട്ട് പൊങ്ങിയത്. ബാക്കിയുള്ള വെള്ളം താഴോട്ട് ഒഴുകിപ്പോയപ്പോൾ നിങ്ങൾ ആത്മാവിൽ കാണണം. പെട്ടകം വഹിച്ച പുരോഹിതന്മാർ അതിന്റെ നടുവിൽ നിന്നപ്പോൾ ഒരു നേഷൻ, ഒരു രാജ്യം മുഴുവനും ആ ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കടന്നുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് പ്രാർത്ഥിക്കുന്ന സഹോദരൻ പറയാ, ദിസ് ഈസ് ഫെയ്ത്ത്. ഇതാണ് വിശ്വാസം. ഈ 30 അടിയിൽ 20 അടിയിൽ നമ്മൾ പ്രാർത്ഥന നിർത്തരുത്. ഞാൻ പറയുന്നു, പ്രാർത്ഥന അടുത്ത സഹോദരങ്ങളെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. പ്രാർത്ഥന നിർത്തരുത്. യേശു പറഞ്ഞു, മടിച്ചു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. ആരുടെയെങ്കിലും രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കാം. വാട്ടെവർ ഇറ്റ് മേ ബി. പരിശുദ്ധാത്മാവ് നാളുകൾ കഴിയുമ്പോഴും വിശ്വാസത്തിന്റെ അടുത്ത തലത്തിലേക്ക് നമ്മളെ ഉയർത്തുമ്പോൾ തിരുവചനം പറയുന്നു, ഒന്നിനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. ബിക്കോസ് വി ആർ ക്യാരിങ് ദ ഡിവൈൻ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പെട്ടകം നമ്മൾ വഹിച്ചുകൊണ്ട് പോകുന്നു. ഇനി ശ്രദ്ധിച്ചേ, ജനം മുഴുവൻ അക്കരെ കയറി. ഇപ്പോഴും ആരും അവിടെ നിൽക്കുക.
പ്രാർത്ഥനക്കാരവിടെ നിൽക്കുക. അതാ ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുക. അക്കരെ കയറിയപ്പോൾ അവരുടെ കാലിലെങ്ങും ഒരു ശകലം ചെളി പോലുമില്ല. അവരുടെ ഉടുപ്പില് ഒരു ചെറിയ സ്പോട്ട് പോലും ചെളി പോലും പറ്റിയിട്ടില്ല. കാരണം അതിനെക്കുറിച്ച് എപ്പോഴെങ്ങനെ പറഞ്ഞു, the raging waters God changed it to a red carpet. ഒഴുകുന്ന നദിയെ ദൈവം ഒരു റെഡ് കാർപ്പറ്റാക്കി മാറ്റി. രാജകീയ പുരോഹിത വർഗമായിരിക്കുന്ന ലേവ്യ സംഘത്തെ ദൈവം അതിന്റെ മത്തിലൂടെ നടത്തി അക്കരെ കയറ്റിയപ്പോൾ തിരിഞ്ഞു വരുന്ന എരിഹോയെ അവർക്ക് ഭയമില്ല. എരിഹോയെ ഭയമില്ല. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ ഫിനിഷ്ഡ് വർക്ക് അവർ കാണുക. അവർ കല്ല് നാട്ടു നോക്കുന്നുണ്ട്, അതിലേക്കും കടക്കുന്നില്ല. ഫിനിഷ്ഡ് വർക്കിലേക്ക് അവർ നോക്കുമ്പോൾ മുമ്പിലേക്കുള്ള യാത്ര അവർക്ക് ഒട്ടും പ്രയാസമല്ല. പ്രിയസുഹൃത്തുക്കളെ, നിങ്ങൾ എന്നോട് ചോദിക്കുക, വെന്നുത്തറേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഐ ആം ലുക്കിംഗ് അറ്റ് ദ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ്. യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്ത നിവൃത്തിയാക്കിയ പ്രവൃത്തിയെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ദൈവത്തോടെ കൃപാസനത്തിലരികെ ചെന്ന് കർത്താവോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ദൈവത്തെ ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ നിന്നെ എവിടെയെങ്കിലും പിശാച് പ്രാർത്ഥനയിൽ തളച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് 3 ആളുകളിൽ 2 കലന്മാരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ രക്തമിറ്റിട്ട് വീണപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പുത്രൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് കൃപാസനങ്ങൾക്ക് ദൈവത്തോടെ ചെന്ന് നിനക്ക് പ്രാർത്ഥിക്കാം. പിശാചിനെ വഞ്ചിക്കരുത്. നമുക്ക് പോരാട്ടം ജനകത്തിനോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളെ ദുഷ്ടാപസനോടുമായിരിക്കുമ്പോൾ വിളിക്കുന്ന ഒരു ദൈവവും ഇന്ന് പകൽക്കാലമാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നില്ല, ആ ഫിനിഷ്ഡ് വർക്ക് ഓൺ ദ ക്രോസ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥനയിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അനുതാപമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കണ്ണീരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കരച്ചിലുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മടിപ്പിച്ചു കളയരുത് പിശാച്. 5 മിനിറ്റ് കഴിയുമ്പോൾ വാച്ച് നോക്കിയിട്ട് എന്നെ ചോടരുത്. അവിടെ തന്നെ നിന്റെ മുമ്പിൽ എരിഹോയെങ്കിൽ എരിഹോ ഇടിക്കുന്നത് എന്തിനാല പറഞ്ഞാട്ടെ. എരിഹോ ഇടിക്കുന്ന കമ്പും ഭാരം കൊണ്ടല്ല, എരിഹോ ഇടിക്കുന്നത് ദൈവജനത്തിന്റെ സ്തുതികളാൽ അത്രേ. ഹല്ലേലൂയ. ഇനി പിശാചിന്റെ ഒരു തന്ത്രം പറയാം. പ്രാർത്ഥിക്കാൻ എനിക്ക് അതുവരെ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കാൻ ഒത്തിരി ചിന്തകളാണ്. വേണ്ട, പ്രാർത്ഥിക്കണ്ട, വാക്തം മുറുകെ പിടിക്കുക. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ എന്തല്ല, ചെടികളല്ല, പിന്നെ കൊത്തകളെ ഇംഗ്ലീഷ് ഇവിടെ പറഞ്ഞു ഡെമോളിഷ് എന്നുള്ള വാക്കോട്. ഡെമോളിഷ് എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയോ? അതൊരിക്കലും എന്നാ പറഞ്ഞു കേടുവരുത്തുകയല്ല. ഡെമോളിഷിങ്ങും പിന്നെന്നാ കേടുവരുത്തുന്നുള്ള വാക്കെന്താ? ഡാമേജിങ്ങും ഡിഫറൻറ്റ്. അത് കുറച്ചൊക്കെ ഡാമേജ് വരുത്തും, അല്ല. ഡെമോളിഷിങ്, പിശാച് കെട്ടിവെച്ചിരിക്കുന്ന കോട്ടകളെ ഇടിക്കാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ശക്തിയുള്ളതത്രേ നമ്മുടെ ആയുധങ്ങൾ. ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ദൈവത്തിലെ നീണ്ട പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിലനിൽക്കണം. കാരണം ഞങ്ങളുടെ പേരിൽ പറഞ്ഞാട്ടെ, ഞങ്ങളുടെ പേരിൽ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ നീ എന്തുകൊണ്ട് പ്രാർത്ഥിക്കണം? പറയാം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെന്റർ പോയിന്റ് ഓഫ് ദി യൂണിവേഴ്സ്. യേശു ക്രിസ്തു അത്രേ സകലത്തിന്റെയും കൺട്രോൾ പോയിന്റ് ഇരിക്കുന്ന യേശുവിന്റെ അടുക്കലാണ്. ശ്രദ്ധിച്ചേ, യേശുവിനെ കുറിച്ച് എന്തൊരു കാര്യം ഞാൻ പറയാം. അവന്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്കൊരു വിഷയമല്ല. നമ്മൾ കാരണം വേറെ ഒത്തിരി നാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കൊന്നും ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പറയുക, യേശുവിന്റെ നാമം എന്താണ്? ബലമുള്ള ഗോപുരം. യേശുവിനെ കുറിച്ചൊരു വാക്ക് പറയാം, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വായിക്കുന്നവൻ. മത്തായി 11:27 പറയുന്നു, പിതാവ് സകലവുമെങ്കിൽ ഫരമേൽപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ മുമ്പ് ഈ വചനം ധ്യാനിച്ചോണം. മത്തായി 28. ചില ഗവൺമെന്റ് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, നാളെ ഇനിയും വല്ല പോരാട്ടം ഉണ്ടാകുമോ, ഇനി മഹോത്സവം, ഒന്നും പഠിക്കണ്ട. ബൈബിൾ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്ത് നിയമങ്ങൾ വന്നോട്ടെ, എന്തൊക്കെ നിയമങ്ങൾ തിരിച്ചു മറിച്ചും വന്നാലും ഒരു കാര്യം ഹൃദയത്തിൽ കുറിച്ചിട്ടോണം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എന്റെ കർത്താവ് നൽകപ്പെട്ടിരിക്കുന്നു. അവന് ടാക്സ് അടയ്ക്കാൻ പൈസയില്ലായിരുന്നു. ഒരു മത്സ്യത്തിന്റെ വായിൽ നിന്ന് അവന്റെ കോയിൻ എടുത്തവനാ. അവന് ജനക്കൂട്ടത്തിന് കൊടുക്കാൻ ആഹാരം എന്ത് ചെയ്തു? ഒരു ബാസ്ക്കറ്റേ ഉള്ളായിരുന്നു. പക്ഷെ ഹി മേഡ് എ ബാസ്ക്കറ്റ് ഇൻ എ ബാങ്കറ്റ്. ആ ബാസ്ക്കറ്റിനെ ഒരു വലിയ സദ്യയാക്കി മാറ്റുവാൻ ഈ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ പ്രിയമുള്ളവരെ വിശ്വസിക്കുക, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ വചനം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഞാൻ നിങ്ങളോട് പറയാം,
നമ്മുടെ പ്രാർത്ഥന അത് ഒരു ചടങ്ങാകത്തില്ല, ചുമ്മാ എന്തൊക്കെ പറയുന്നതായിരിക്കത്തില്ല. ആ പ്രാർത്ഥനയിൽ നമ്മൾ ഉണർന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയിൽ നമ്മൾ പാടാറില്ലേ, പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ. ഇനി ചില സമയത്ത് ശാരീരിക ക്ഷീണങ്ങൾ ഉണ്ടാവും, ഭയപ്പെടണ്ട. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ, ഈ ചില സമയത്ത് നമുക്ക് കുറെ സമയം ഈ ഒത്തിരി അനുഭവക്കാരോട് ഞാൻ പറയാം, ഞാൻ ഇച്ചിരി അനുഭവമൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. ചില സമയത്ത് അനുഭവം ഒന്നും ഇല്ലെങ്കിലും ഒരു കാര്യം ഓർത്താൽ മതി, അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ദൈവം തന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും എന്ത് ചെയ്യത്തില്ല, രചിച്ചു. ഈ റോഡിലൊക്കെ ലോങ് ക്യൂ കാണാം. ഇപ്പൊ ലോങ് ക്യൂ എവിടെ കണ്ടാലും ഓർത്താൽ മതി, ദർ വെയിറ്റിംഗ് ഫോർ സംതിങ് പ്രഷ്യസ്. എന്തോ വിലപിടിപ്പുള്ളതിന് വേണ്ടി അവർ കാത്തിരിക്കുക. അതുകൊണ്ടാണ് വെയിലത്ത് ക്യൂ നിൽക്കുന്നത്. നീ ദൈവത്തിന് മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവൾ എഴുന്നേറ്റ് പോകാത്തതിന്റെ കാരണം ഷീ ഓർ ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ സംതിങ് പ്രഷ്യസ്. പ്രാർത്ഥനയുടെ പ്രിൻസിപ്പിൾ പറയാം, ഇറ്റ് ഇസ് നോട്ട് ഹു സേസ് ദ പ്രയർ. ആര് പ്രാർത്ഥിക്കുന്നുള്ളതല്ല, ആര് പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രേ അറ്റ് ഓൾ ടൈംസ് വിത്ത് പ്രേയേഴ്സ്, സിൻസിയർ പ്രേയേഴ്സ് ആൻഡ് സപ്ലിക്കേഷൻസ്. എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഒരു വാക്യോടെ വായിക്കാം, പ്രേയേഴ്സ് കമ്മ്യൂണിയൻ. അതെ, നമ്മൾ ഉത്തമഗീതങ്ങൾ 4-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. Song of Solomon chapter 4:8. It's a communion. അത് ഒന്ന് സിൻസിയർ ആയിരിക്കണം പ്രാർത്ഥനയിൽ. 2 അൺലോഡിംഗ് ദ ബർഡൻസ്, ഭാരങ്ങൾ ഇറക്കി വെക്കണം. 3 പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. 4 ഇറ്റ്സ് എ കമ്മ്യൂണിയൻ വിത്ത് ദ ലോർഡ്. Song of Solomon chapter 4:8. കാന്തേ, ലെബനോനെ വിട്ട് എന്നോടുകൂടെ വരിക. ഹാമാന നാമുകളും ശനീർ, ഹെർമോൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ട് പോരുക. ശ്രദ്ധിക്കണം, ഒരു കാര്യം ഇവിടെ പറയുന്നത് ഇംഗ്ലീഷ് ഇത്തിരി ക്ലിയർ ആണ്. കം വിത്ത് മീ ഫ്രം ലെബനോൺ. ഇംഗ്ലീഷിൽ ചില വെർഷൻ എഴുതിയിരിക്കുന്നത് ഡിസൺ ഫ്രം ലെബനോൺ, ചില വെർഷൻ എഴുതി കം ഡൗൺ. ഞാൻ ഒരു കാര്യം പറയാം, അതാണ് രാവിലെ നമ്മൾ കേട്ടത്. ഞാനൊരു വലിയ ആളാണ്, ഈ സഭയിലെ വലിയൊരാളാണ്, ഞാൻ വലിയ കുഴപ്പമില്ലാത്ത ഒരാളാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറയുന്നതെന്നറിയോ, ദൈവം നിഗളികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അതോടെ പറഞ്ഞാൽ പൂർത്തിയാക്കും. ഓരോ സന്ദേശങ്ങളോട് പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ ദൈവം സംസാരിക്കുക, എന്നോടല്ലെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. തിരുവനന്തപുരം ശ്രദ്ധിച്ച് ദൈവം എതിർത്ത് നിൽക്കുന്ന ഒറ്റ കൂട്ടത്തോട് അതുമാണ് നമ്മൾ സൂക്ഷിച്ചത്. എമ്പനോട് പറയണം, കാല് പിടിക്കണം, കർത്താവെ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവെ ഒരഹങ്കാരിയായി തീരാൻ എന്നെ കൈപിടിച്ചത്. കാരണം അഹങ്കാരിയായ സാത്താന്റെ സ്ഥലത്തേക്ക് അഹങ്കാരികൾ പോകുന്നു. കാരണം ഈ 2-ാം വരവിന്റെ എല്ലാ വാക്യങ്ങളിലും ഒരു പ്രത്യേകത ഉണ്ട്. എന്നാന്നറിയോ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. പിന്നെ അന്ന് അഹങ്കാരികൾ തുടക്കം, അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവൃത്തിയും താളടിയാവും. കർത്താവ് ആദ്യം തീർക്കാൻ പോകുന്ന അഹങ്കാരിയെ. പ്രിയ സൗഹൃദങ്ങളെ, ഇവിടെ അഹങ്കാരമുള്ള ഒരുത്തനോ ഒരു വ്യക്തി ഇരുന്നു കഴിഞ്ഞാൽ ദൈവം ആദ്യം തീർക്കാൻ പോകുന്ന ആ വ്യക്തിയെ. ഭയത്തോടെ ഞാൻ പറയുക. പക്ഷേ അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വയനത്തെങ്കിൽ വിറയ്ക്കുന്നവന് ഞാൻ കടാക്ഷിക്കും. ഹല്ലേലൂയ. അത് രാവിലെ കേട്ടത് ബ്രോക്കൺ ഹാർട്ട്, ഒരു മുറുക്കമുള്ള ഹൃദയം, ഒരു തകർന്ന ഹൃദയം. ആ ഹൃദയത്തോടെ ഇരിപ്പാൻ എന്ത് ചെയ്യണമെന്നറിയോ, ഈ ലെബനോൺ എന്ന് പറഞ്ഞ ഉന്നത അവസ്ഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ TV, ഇന്റർനെറ്റ്, ഗാഡ്ജറ്റ്സ്, നിങ്ങൾക്കറിയാം വാട്ട് ഇസ് ദ ഡേഞ്ചറസ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. അവിടെ നിന്ന് ഇറങ്ങി വരിക. കം ഡൗൺ ഫ്രം ഡേഞ്ചറസ് പ്ലേസസ്, ഡിപ്പാർട്ട് ഫ്രം ഡേഞ്ചറസ് പ്ലേസസ്. പ്രാർത്ഥന എന്തെന്നറിയോ, എന്നിട്ട് കർത്താവ് പറയുന്നു കം ഡൗൺ. ആദ്യം പറഞ്ഞു കം വിത്ത് മീ, എന്റെ കൂടെ വരിക. എന്നിട്ട് താഴോട്ട് നമ്മൾ ഒത്തിരി വാക്യങ്ങൾ കാണുന്നുണ്ട്. ആ പ്രാർത്ഥന ഒരു കമ്മ്യൂണിയൻ നടക്കുന്നുണ്ട്. യേശുവിന്റെ ജീവിതത്തിൽ അതായിരുന്നു. ഞാൻ പറയുന്ന ആവശ്യങ്ങൾ പ്രാർത്ഥിക്കരുതെന്നല്ല. ഷുവർ, പെറ്റീഷൻസ്, പ്രയേഴ്സ്, ഇന്റർസെഷൻ, താങ്ക്സ് ഗിവിംഗ്, അഡോറേഷൻ എല്ലാം അതിനകത്തുണ്ട്. റെസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉണ്ട്. പക്ഷെ കമ്മ്യൂണിലേക്ക് ആ പ്രാർത്ഥന എത്തിപ്പെടുമ്പോഴാണ് അത് ഏറ്റവും മനോഹരം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാക്കാണ്. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് രാത്രി കഴിച്ചു. എന്തോ യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച്. ചിലർ പറയുന്നുണ്ട് രാത്രി 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കാൻ 12 മണിക്കൂർ. എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, യേശു തന്റെ പിതാവിനോട് ഒരു കൂട്ടായ്മയുള്ളവനെ. ദാറ്റ്സ് ദ മെയിൻ തിങ്. അതാണ് പ്രാർത്ഥനയുടെ മാധുര്യം. അല്ല ചടങ്ങായിപ്പോ. കാന്തേ, ലെബനോനെ വിട്ട് എന്നോടുകൂടെ വരിക. അമാനമകളും ശനീർ, ഹെർമോൻ താഴ്വരകളും പർവ്വതങ്ങൾ, പുള്ളിപ്പുലിയുടെ പർവ്വതങ്ങളും വിട്ടുപോരുക എന്ന് പറഞ്ഞാൽ കണ്ടാവും. നമ്മൾ ഇന്ന് പകൽക്കാലം ചിന്തിച്ച് എവിടെങ്കിലും കയറിയിരിക്കുകയാണോ കസരക്കിട്ട് സ്പിരിച്വലി അവിടേക്ക് താഴെ കറങ്ങാതെ ഒരിക്കലും നമുക്ക് കമ്മിറ്റിന് ഫസ്റ്റ് പറഞ്ഞ് കം ഡൗൺ, പിന്നെ പറയും കമ്മിറ്റിന് നീ എന്റെ കൂടെ വരിക.
ആ ഒരു ഫെലോഷിപ്പ് കർത്താവുമായിട്ട് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഞാൻ പറയാം, ഫസ്റ്റ് കാര്യം ഞാൻ പറയാം, കം ഡൗൺ. എവിടെയെങ്കിലും ദിശ നമ്മളെ കുരുക്കിയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാം. താഴ്മകളുടെ കൂടെ അവൻ വസിക്കുന്നത്. മനസ്താപമുള്ള ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാനാണ് അവൻ മനസ്താപവും മനോവിലുള്ള കൂടെ വസിക്കുന്നത്. ഈ alone with God. ശ്രദ്ധിച്ചേ, രാവിലെ നമ്മൾ കേട്ടു, കഴിഞ്ഞ ഒരു വർഷം എത്ര സമയം നമ്മൾ കർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. നമ്മൾ പറയാം we are so busy, നമ്മൾ ഒത്തിരി തിരക്കാം, ശരിയാ. പക്ഷെ കർത്താവിന്റെ കൂടെ ഇരിക്കാനായിട്ട് സമയം കിട്ടാതൊരു തിരക്കൊന്നും നമ്മളെ ഇവിടെ എത്തിക്കുകയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചു തരിക. ചതഞ്ഞ ഓടെയാണോ? ചതഞ്ഞ ഓടെ അവൻ നിങ്ങളെ സാഹചര്യം മനസ്സിലാക്കണം. ഇസ്രായേലിലേക്ക് ഒത്തിരി ഈ ഓടത്തണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാർ ഈ ഓടത്തണ്ടുകൾ റോഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ അവിടെ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ ഓടക്കൾ ഉണ്ടാക്കുന്നത്. അപ്പം ചിലതങ്ങ് ഉടഞ്ഞന്നേരെ പോകും. അത് അവിടുത്തെ ഒരു കോമൺ കാഴ്ചയാണ്. അയാളെ ചുരുട്ടിക്കൂട്ടി ഒറ്റയേറും. ആ ഒരു സാഹചര്യത്തിൽ യേശു പറഞ്ഞത് ചതഞ്ഞ ഓട അവൻ ഒടുക്കിയില്ല. യേശുവിനെ കുറിച്ചുള്ള വാക്യം അതാണ്. ആരും ചെയ്യത്തില്ല, കാരണം ഒത്തിരി ഓടത്തണ്ടുണ്ട് അവിടെ. ഒരെണ്ണം മാറ്റിക്കളഞ്ഞാൽ അടുത്തെടുത്ത് വെക്കുക. പക്ഷെ യേശു എന്ത് ചെയ്യുന്നറിയാം? അതിനെ എടുത്തിട്ട് മനോഹരമായ ഗാനങ്ങൾ കേൾക്കുന്ന മറ്റൊരു ഓടത്തുണ്ടാക്കി കല്ലുള്ള ഹൃദയം മാറ്റി മാംസമുള്ള ഹൃദയം തരും. അടുത്ത പൊങ്ങിനത്തിരി. പൊങ്ങിനത്തിരി നമുക്കറിയാം, വെളിച്ചം നൽകേണ്ടതിന് പകരം ഇപ്പൊ പുകയാണ്, സ്റ്റീവിങ്. പക്ഷെ ബാക്കി എല്ലാവരും അതിനെ നിലത്തിട്ടിട്ട് ഷൂ കൊണ്ടൊരു ചവിട്ടി വെട്ടും. പക്ഷെ വചനം പറയുന്നു, പൊങ്ങിനത്തിരി അവൻ വാട്ടവരിക്കുന്നേരി. എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ ഞാൻ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, വാട്ട് എവർ ദ കോസ്റ്റ്, എന്തൊക്കെയാണെങ്കിലും, പേഴ്സണൽ, ഫാമിലി, ചർച്ച്, ഏത് മേഖലയിലുള്ള പ്രാർത്ഥനയെങ്കിലും ദൈവം നമ്മെ അതിനകത്ത് അനുഗ്രഹിക്കട്ടെ. വെയിറ്റ് ഫോർ ദ ലോർഡ്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. എഴുന്നേറ്റോടരുത്. കാരണം ഗോഡ്സ് വേസ് ആർ ഓൾവേസ് മിസ്റ്റീരിയസ്. ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ലേ? പറയാം, ദൈവത്തിന്റെ വഴി നിന്റെ വഴിയല്ല. ദൈവത്തിന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല. നമ്മൾ ചോദിച്ച പ്രാർത്ഥനകളെല്ലാം അതുപോലെ തന്നിരുന്ന് നമ്മൾ ഇവിടെ കാണത്തില്ല. ദൈവത്തിന് നന്ദി പറ, കർത്താവേ, നീ എനിക്ക് തരാത്ത പ്രാർത്ഥന റിക്വസ്റ്റിനായ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ആകാശം ഭൂമിക്കുന്നത് ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ വിചാരങ്ങളെക്കാൾ ദൈവത്തിന്റെ ചിന്തകളും വിചാരങ്ങളും ഉയർന്നിരിക്കും. സുശേഷവേലയാണോ? ആത്മാക്കളെ നേടുന്ന അനുഭവങ്ങളാണോ? ദൈവവേലയിൽ കൂടുതലായിട്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പ്രയോജനപ്പെടണമോ? വചനം കൂടുതലും ആത്മാവിൽ വെളിപ്പാട് കിട്ടണമോ? ഒറ്റക്കാര്യം ഞാൻ പറയാൻ മതി, യോർദാനെ കണ്ടു നീ ഭയപ്പെടരുത്. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിനേക്കാൾ വലിയവനാത്രേ. ഹല്ലേലൂയ. സഭയോട് പറയുന്ന മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ഒരു ഇല്ലുസ്ട്രേഷൻ, നടന്ന ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഭഗത് സിംഗ് എന്ന് പറയുന്ന ഒരു ടീച്ചർ തന്റെ മനോഹരമായിരിക്കുന്ന ലുക്ക് അണ്ടർ ജീസസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ലുക്ക് അണ്ടർ ആൻഡ് ബി റേഡിയന്റ് അതുകൊണ്ട് ഇങ്ങനെ എഴുതി, ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് നാം പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുക, live to God, ദൈവത്തിന് കൊടുക്കുക. ലെറ്റ് ഹിം വർക്ക്. അവനെ നമുക്ക് പഠിപ്പിക്കണ്ട. കാരണം അവന്റെ ജ്ഞാനവും ബുദ്ധിയും നമുക്ക് അഗോചരമാണ്. ജസ്റ്റ് പ്രേ, ബിലീവ്, വിശ്വസിക്കുക. ഒരു സ്ഥലത്തൊരു നിരീശ്വരവാദി എത്തിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ചിത്രം വരയ്ക്കുന്നവനായിരുന്നു. ആളുകളുടെ ചിത്രം നോക്കി വരയ്ക്കുന്നവനായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു ക്രൂസിഫിക്ഷൻ, യേശു ക്രൂശിൽ കിടക്കുന്ന ഒരു ആർട്ട് അദ്ദേഹം വരച്ച് അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലിട്ട്. അദ്ദേഹം എത്തിസ്റ്റാണ്, അദ്ദേഹം വിൽപ്പനയ്ക്ക് വേണ്ടി ചെയ്തതാണ്, വിശ്വാസം ഉണ്ടായിട്ട് ചെയ്തതാണ്. പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ സ്റ്റുഡിയോ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ആളുകൾ വന്നിരുത്തി വരപ്പിക്കുവാൻ, നോക്കി ഇങ്ങനെ വരയ്ക്കുവാൻ. അങ്ങനെ ചില ദിവസം ആ സ്റ്റുഡിയോയിൽ പെൺകുട്ടി വന്നു. അവളുടെ ചിത്രം വരച്ചു കൊടുക്കാൻ വേണ്ടി അവൾ വന്നിങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരുന്നു. ഇദ്ദേഹം നോക്കി വരയ്ക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ചോദിച്ചു, പെൺകുട്ടി ചോദിച്ചു, ഇതെന്താ ഇതെന്താ ആള് കിടക്കുന്നത്? ഒന്നുമില്ല. പിന്നെയും ചോദ്യം. അത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ, എന്തോ അത് ഒന്നുമില്ല, നീ പൊക്കോ. അടുത്ത ദിവസം ബാക്കി ചിത്രം പൂർത്തീകരിക്കാൻ വന്ന അവസാനം ഇവള് പൊറുതി മുട്ടിച്ച് പുള്ളി എത്തിസ്റ്റാണേലും പുള്ളി പറഞ്ഞു, യേശു എന്ന് പറഞ്ഞ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പം മനുഷ്യരുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതിന്റെ ഒരു പോർട്രേറ്റ് ആണ്. പിന്നെ എന്ത് ചെയ്യാൻ ചെയ്തു? അതൊക്കെ ഉയർത്തെഴുന്നേറ്റു. പിന്നെന്നാ, നീ ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. അവള് വീട്ടിൽ പോയി. അവള് നാളുകൾക്ക് ശേഷം ഇദ്ദേഹത്തെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. അങ്ങനെ ഈ
ചിത്രകാരൻ പെൺകുട്ടിയെ കാണാൻ വരുമ്പോൾ അവൾ മരണക്കിടക്കെ കിടക്കുക. അവൾ പറഞ്ഞു, ഒരു നന്ദി വാക്ക് പറയാനാ വിളിച്ചത്. കാരണം അന്ന് നിങ്ങൾ ആ വരച്ച ചിത്രം കണ്ട് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. യേശു എന്റെ കർത്താവാണ്. ഞാൻ നിത്യജീവനിലേക്ക് അവന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. നിങ്ങൾ എനിക്ക് സുവിശേഷം പറഞ്ഞു തന്നതാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം ചില ദിവസം ശേഷം കുട്ടി മരിച്ചു. ആ നിരീശ്വരവാദി ഒരു വിശ്വാസിയായി തീർന്നു. അതിനുശേഷം അദ്ദേഹം തന്റെ ആ ജ്ഞാനം കൊണ്ട്, ആ ടാലന്റ് കൊണ്ട് മറ്റൊരു പോർട്രേറ്റ് വരച്ചു. നല്ല നാളുകൾ, വർഷങ്ങളെടുത്ത് ഒരു ക്രൂസിഫിക്ഷന്റെ ക്രൂശിൽ യേശു കിടക്കുന്നതിന്റെ ഒരു പിക്ചർ അദ്ദേഹം വരച്ചു. നാളുകളെടുത്ത് അതിന്റെ താഴെ എഴുതി വെച്ചു. എഴുതി വെച്ചതാണ് നമുക്ക് പരിചയമുള്ള ആ ഒരു വാക്കാണ് അദ്ദേഹം എഴുതി വെച്ചത്. All this have I done for thee, what hast thou done for me? ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നു, എനിക്ക് വേണ്ടി എഴുതി വെച്ചു. അദ്ദേഹം മരിച്ചു. ആരാണ്ട് ഈ പിക്ചർ കൊണ്ടുപോയി ബെർലിൻ ആർട്ട് മ്യൂസിയത്തിൽ വെച്ചു. ബെർലിൻ വലിയൊരു മ്യൂസിയം. അവിടെ ഒത്തിരി പേര് പടം കാണാനും വരുവാനൊക്കെ ചെയ്തു. ഒരു ദിവസം കൗൺസിൽ പ്രൊഫർ പറഞ്ഞു, 27 വയസ്സുള്ള ചെറുപ്പക്കാരനൊരു പ്രൊഫുവാണ്. അദ്ദേഹം ഈ പടമൊക്കെ കണ്ടു വന്ന സമയത്ത് ഒരു പടമായപ്പോ അദ്ദേഹം നിന്നു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, All this have I done for thee, what hast thou done for me? അദ്ദേഹം സ്തബ്ധനായിപ്പോയി. എന്റെ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു കർത്താവേ? നീ എന്റെ കരങ്ങളാണ് വിരിച്ചു. എന്റെ കാലുകൾ കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നിനക്ക് വേണ്ടി. അതോടെ നിന്ന് ഇരുന്നിരുന്നിരുന്നിരുന്ന് മണിക്കൂർ പോയി. പെട്ടെന്ന് ഒരാളെ തട്ടി. അത് ആരാം തിരിഞ്ഞു നോക്കിയപ്പോ വാച്ച്മാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. എല്ലാരും പോയി. അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ വാച്ച്മാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നേക്ക് നിങ്ങൾ വീട്ടിൽ പോകും. അങ്ങനെ കൗൺസിൽ സെന്റർ ഓഫ് ചെറുപ്പക്കാരൻ 27 വയസ്സുകാരൻ അദ്ദേഹം വീട്ടിലേക്ക് പോയി. തന്റെ സ്വത്തുക്കളും സകലതും ദൈവത്തിനായി, ദൈവരാജ്യത്തിനായി തന്നെ സമർപ്പിച്ചു. ആ വീട്ടിൽ വെച്ചാണ് പ്രശസ്തമായ മൊറേവിയൻ മിഷൻ ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ക്രൂശിന്റെ സന്ദേശവുമായി ലോകത്തിന്റെ 7 വൻകരകളിലേക്ക് കടന്നുപോയി. കർത്താവിന്റെ നാമം എല്ലായിടത്തും ഉയർത്തപ്പെട്ടു. എന്റെ വഴികൾ നിന്റെ വഴികളല്ല, എന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങളല്ല. ആകാശം വന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ ചിന്തകളെക്കാൾ, നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എനിക്കുന്ന വിചാരങ്ങൾ ഉയർന്നിരിക്കുന്നു. പ്രാർത്ഥിക്കുക, കണ്ണുകളടയ്ക്കുക. കർത്താവേ, എന്നെ സഹായിക്കണമേ. ഒരു സിൻസിയർ ഹാർട്ട് എനിക്ക് തരണം കർത്താവേ. എന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവാന്വേഷിക്കാൻ എന്നെ സഹായിക്കണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ പ്രവർത്തിക്കുന്നു. നിനക്ക് അറിയാത്ത, നീ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് മറുപടി തരും. നീ അറിയാത്ത മഹത്തായി അഗോചരമുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ലോഡ്, ഈ പകൽ എന്റെ പ്രാർത്ഥന എവിടെയെങ്കിലും മുടങ്ങിപ്പോയെങ്കിൽ ഞാൻ തീരുമാനിക്കുക, എന്റെ കഴിവിനാലല്ല, ആ യോർദാൻ ഞാൻ കടക്കുക. എരിഹോ എനിക്ക് ഇടിക്കണം, അനാക്കമന്മാരെ പരാജയപ്പെടുത്തണം. കനാനിൽ എന്റെ കർത്താവിനോട് കൂടെ അവന്റെ മുഖം കണ്ടവനെ ആരാധിക്കണം. ബി സിൻസിയർ ഇൻ പ്രയർ, അൺലോഡിംഗ് ദ ബർഡൻസ്. ദൈവത്തിന് മുമ്പാകെ ഒരു മണവാളന് മാത്രമേ ഭാരങ്ങളില്ലാതുള്ളൂ. അവന്റെ മുമ്പിൽ എന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുക. Communing with God. Come down from Lebanon, my bride. നീ ലബനോനെ വിട്ട് താഴോട്ട് ഇറങ്ങുക. താഴേക്ക് താഴ്മയോടെ നുറുക്കത്തോടെ ഇറങ്ങുക. അവിടെയാണ് കൂട്ടായ്മ ആരംഭിക്കുന്നത്. യേശുവാണ് സകലത്തിന്റെ കേന്ദ്രതാവ്. ജീസസ് ലോവ്സ് മീ. അവൻ എന്നെ സ്നേഹിക്കുന്നു. ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾപ്പെടുത്തുമെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.